IPL-ലെ 5ാമത്തെ മാച്ച് LSG വേഴ്സസ് DC. ശരിക്കും മാച്ച് തുടങ്ങിയിട്ട് 2 ഓവർ വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മാച്ച്. നമ്മുടെ മിച്ചൽ മാർഷ് അടിച്ച ഒരു ബോൾ സ്റ്റംപിൻ ഡയറക്റ്റ് കൊള്ളാണ്. അത് നമ്മുടെ ബോളറിന്റെ കൈ കൊണ്ടുകൊണ്ട് നേരെ നമ്മുടെ ഋഷഭ് പന്ത് ഔട്ട് ആവണം. അപ്പുറത്ത് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നിട്ടുള്ള ആൾ അവിടെ നിന്ന് തൊട്ടിട്ട് കളി ഒരു ചേഞ്ച് ചെയ്യാണ്. കാരണം 19 റൺസ് അവിടെ ടീം ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കളി ഫുള്ളി മാറി. പിന്നെ ഇടവിട്ട് ഓരോ വിക്കറ്റുകൾ പോയിട്ട് ഏകദേശം 141 റൺസിന് ഓൾ ഔട്ട്. നല്ല രീതിയിൽ അടിക്കാൻ കഴിവുള്ള കുറേ പ്ലെയേഴ്സ് ഉള്ള ടീമാണ്. പക്ഷേ ആരും വലിയ സ്കോറിലോട്ട് എത്തില്ല. ഇവൻ ഏഡൻ മാർക്കർ ആണെങ്കിലും അല്ലെങ്കിൽ മിച്ചൽ മാർഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഋഷഭ് പന്ത് ആണെങ്കിലും. ഋഷഭ് പന്തിന്റെ അൺലക്കി ഔട്ട് ആർക്ക് വേണമെങ്കിലും അടിച്ച് കയറി നല്ല രീതിയിലുള്ള സ്കോർ 150 200 അടുപ്പിച്ച് സ്കോറൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു മാച്ചിൻ്റെ അകത്ത്. പക്ഷെ 141 ഓൾ ഔട്ട് ആയപ്പോൾ അവിടെ DCയുടെ ബൗളേഴ്സ് ഗംഭീരമായിട്ട് ബോൾ ചെയ്ത് എല്ലാവർക്കും ഏകദേശം വിക്കറ്റ് ഉണ്ട്. അങ്കിടി, അതുപോലെ അക്ഷർ പട്ടേൽ, നടരാജൻ, പിന്നെ നമ്മുടെ കുൽദീപ് യാദവ്, ഇവരൊക്കെയാണ് വിക്കറ്റുകൾ എടുത്തത്. പക്ഷെ വിക്കറ്റുകൾ എടുക്കാണ്ട് തന്നെ മുകേഷ് കുമാറും നല്ല രീതിയിലുള്ള എക്കണോമിയിൽ ബോളും ചെയ്തിട്ടുണ്ട്. DCയിലുള്ള ബാറ്റിംഗ് നിര കണ്ടു കഴിഞ്ഞാലും 141 ഭയങ്കര ഈസി ചേസ് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ഇറങ്ങുന്നതിന് ഗ്രേറ്റ് KL രാഹുലാണ്. KL രാഹുലിന്റെ കൂടെ 15 സംഖ്യയുണ്ട്. ഡേവിഡ് മില്ലർ ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ഉണ്ട്. എന്തിന് നമ്മൾ വേറെ റിസൾട്ട് തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഏകദേശം വിക്കറ്റുകൾ ടക്ക എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് KL രാഹുൽ ഫസ്റ്റ് ബോളിൽ തന്നെ ഡക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് 4 വിക്കറ്റ് അടുപ്പിച്ച് പോയിട്ടേ ഏകദേശം 26-ന് 4 വിക്കറ്റ്. അടിക്കുന്ന 4 പേരും പോയി. അപ്പോഴാണ് നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള റിസി വന്നതും റിസിയുടെ കൂടെ ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് വന്നതും. ഇവർ രണ്ടുപേരും വന്ന് കളി ഏകദേശം കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. കാരണം 26 റൺസിന് 4 വിക്കറ്റ് ഏകദേശം 4 ഓവർ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് വേണം, ഇനി ഇവിടെ എന്ത് ഗെയിമാണ് കളിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുമ്പോഴാണ് അവര് മെല്ലെ ഇന്നിങ്സ് കൊണ്ടുപോയിട്ട്. കാരണം ഞാൻ കണ്ടപ്പോൾ റിസ്വി ഏകദേശം ഒരു 7 ബോളിൽ എന്തോ മെല്ലെ നീങ്ങിയിട്ട് അവസാനം ഒരു 100 റൺസിന് മേലെയുള്ള പാർട്ട്ണർഷിപ്പ്, ഓൾമോസ്റ്റ് 119 അങ്ങനെ എന്തോ ഒരു 119 120 അങ്ങനെ എന്തോ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തിട്ട് കളി അവസാനം അവർ ജയിപ്പിച്ച് മാർക്ക് കൊടുക്കേണ്ടത് നമ്മളെ റിസ്വി കാട്ടോ. റിസ്വി എൻ്റെ അമ്മോ 47 ബോളിൽ 70 റൺസ് ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു. ആള് പൊളി. എന്താ പറയുക, ആ ഒരു പ്രഷർ സിറ്റുവേഷന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് കാണിച്ചെന്ന് മെല്ലെ ഇന്നിങ്സ് ബിൽഡ് ചെയ്തിട്ട് പിന്നെ അവസാനം തൊട്ട് അടിച്ചിട്ട് കളി എങ്ങനെ ചേസ് ചെയ്യണം, എങ്ങനെ ജയിക്കണം എന്നുള്ളൊരു സംഭവം കാണിച്ചു തന്നു. 6 വിക്കറ്റിന്റെ ജയാണ് ഉണ്ടായിരുന്നു. അതും ഏകദേശം 17 പോയിന്റ് ഒന്നാമത്തെ ബോൾ അങ്ങനെ തോന്നുന്നു. ഏകദേശം 17 ബോൾ ബാക്കിയുണ്ട്. അങ്ങനെ ബാക്കി നിൽക്കെ കളി ജയിക്കുക എന്ന് പറയുന്നത് പൊളിയായിരുന്നു. DCയുടെ ഫസ്റ്റ് മാച്ച് ജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുക. റൺസ് മെല്ലെ പോകുന്ന സമയത്ത് വിക്കറ്റുകൾ എടുത്തിട്ട് ആ ഒരു കളീനെ കംപ്ലീറ്റ്ലി LSGയുടെ ഭാഗത്തോട്ട് കൊണ്ടുവന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടും കുറച്ചു നേരം അവർ പിടിച്ചു കെട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു ബൗളിംഗ് അറ്റാക്ക് ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് പ്രിൻസി യാദവ്, പിന്നെ അതുപോലെ മോസിൻ, പിന്നെ നമ്മുടെ ഗ്രേറ്റ് മുഹമ്മദ് ഷമി. ഓരോ മാച്ചസും വരാൻ വേണ്ടി പോകുന്ന സമയത്ത് വൺ ഡേ ആണെങ്കിലോ T20 ആണെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ചസ് വരുന്ന സമയത്തൊക്കെ ഷമീനെ ഇൻക്ലൂഡ് ചെയ്യാത്തതിൽ കുറെ ആൾക്കാർക്ക് നിരാശ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെന്തിനാണ് ആ നിരാശ എന്നുള്ളത് കറക്റ്റ് തെളിയിക്കുന്ന ഒരു പ്ലേ ആയിരുന്നു ഷമിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ ഒന്ന് അറിയിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ.